ഹായ് ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മാലകളുടെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മുന്നേ തന്നെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് മാലകളുടെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് ഇത് ഈ വരുന്നത്. നമ്മൾ ഓൾറെഡി തൃശ്ശൂർക്കാരാകുമ്പോൾ നമുക്ക് ആനയോടൊരു പ്രിയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ആനയുടെ മാലയാണ് കേട്ടോ ഇറക്കിയിട്ടുള്ളത്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടമായിട്ടില്ല. നമ്മുടെ കടയിൽ വരുമ്പോഴായാലും പിന്നെ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ ആനയുടെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെയാണ്, പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം തന്നെയാണ്, ഹാൻഡ് മെയ്ഡ് ആണ്. നമുക്ക് ഇത് ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഇടുന്നേക്കാൾ ഭംഗി കുറച്ചും കൂടി ഇങ്ങനെ ഇറക്കി യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു നമ്മൾ സാരിക്കോ അങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടുമ്പോൾ ഒരു യൂണിക് പീസായിട്ടിരിക്കും, വെറൈറ്റി ആയിട്ട് ഇരിക്കും. എല്ലാവരെയും കാണുന്ന ഒരു ഡിസൈൻ അല്ല അത്. പിന്നെ ഇതിൽ ഓൾറെഡി നമ്മൾ റൂബി സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത്. ഇനി അടുത്ത മാല കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു റെഡ് പെൻഡന്റിൽ വരുന്ന മാലയാണ് കേട്ടോ. നമ്മൾ ഒരൊറ്റ പീസ് ഇട്ടാൽ മതി. ഇതിൻ്റെ ഗ്രീനും പിന്നെ ബ്ലൂ വരുന്നു, ബ്ലൂ ഇല്ല, ഗ്രീനാണുള്ളത് കേട്ടോ. ഇങ്ങനെ വരുന്ന ഒരു ഇതിലിങ്ങനെ ഇടാൻ നമുക്ക് ഒറ്റ പീസായിട്ട് അല്ലെങ്കിൽ വേറൊരു വലിയൊരു ലോങ്ങിൻ്റെ കൂടെ ഒറ്റ പെൻഡൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ്. റെഡാണ് കേട്ടോ, റെഡ് കളറിലാണ് ഇതിൻ്റെ ഈ കല്ല് വരുന്നത്. അപ്പം ഇതാണ്, ഇതിൽ വൈറ്റ് സ്റ്റോണ് വരുന്നുണ്ട്, അങ്ങനെയാണുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ 9 മണി ടൈമിലായിട്ടാണ് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ വരുന്നതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒറ്റ മാങ്ങ ഡിസൈനൊക്കെ അല്ലേ കൂടുതൽ കാണാൻ, അല്ലെങ്കിൽ കുറേ കുഞ്ഞു കുഞ്ഞു മാങ്ങകളായിട്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആയിട്ടുള്ള മാങ്ങയുടെ ഡിസൈനാണ് കേട്ടോ വരുന്നത്. ഗ്രീനാണ് സ്റ്റോൺ ഉള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു റൂബി സ്റ്റോണും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെയാണ് മാല. അപ്പം ഇതിട്ട് കാണിച്ചു തരാം. ഇത് മേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഈ ഡ്രസ്സായ കാരണം കൊണ്ട് പച്ച ആകുമ്പോൾ വലിയതില്ല. നമ്മൾ കോൺട്രാസ്റ്റ് കളർ ഇടുമ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടായിരിക്കും. അതൊക്കെ സാരിക്കാണ്, സാരി അല്ലെങ്കിൽ ധാവണി അതുപോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾക്കായിരിക്കും ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക. പിന്നെ നമ്മുടെ ചോയ്സ് ആണ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. ഇനി നമുക്ക് നമ്മുടെ ചോക്കറുകൾ കാണാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെയാണ് ചോക്കറിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റയിലാണ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ നമ്മൾ യൂട്യൂബിൽ ഇതിന്റെ ഷോർട്സ് വരും കേട്ടോ. അപ്പൊ 3 ടൈപ്പുള്ള ചോക്കറാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ കയ്യിൽ. നമുക്ക് മറ്റേതൊക്കെ അവൈലബിൾ തന്നെയാണ്. ഇത് ഫസ്റ്റ് നമ്മൾ പാലക്കയുടെ ചോക്കറാണ് കേട്ടോ. 7 പാലക്കയാണ് ഉള്ളത്. ഈ ചോക്കർ നമുക്ക് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ പോകുന്ന ഐറ്റം തന്നെയാണ്. നടുക്കില് ഇതൊന്നുമില്ല, എല്ലായിടത്തും തന്നെയാണ് കേട്ടോ. പാലക്ക തന്നെയാണ്, 7 പാലക്ക വരുന്ന ചോക്കറാണ്. എനിക്കിത് ഭയങ്കര ഒരു ഫേവറേറ്റ് ആണ് ഈ ചോക്കർ. എന്താണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ അറിയില്ല, എനിക്കിത് ഇഷ്ടമാണ്. ഇപ്പൊ കൊളത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഇടാം, ഇതാ ഇങ്ങനെ. ഒന്നും കൂടി ലൂസിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. പാലക്കയുടെ ചോക്കർ കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ നാഗപടം ഉണ്ട്, അത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ നാഗപടത്തിന്റെ ചോക്കർ. നമ്മൾ പാലക്കയുടെ പോലെ തന്നെ 7 എണ്ണം വരുന്നത് തന്നെയാണ് നാഗപടത്തിന്റെ. നേരത്തെ പോലെ തന്നെ ഇങ്ങനെ തന്നെ വരും കേട്ടോ. അപ്പൊ നമ്മൾ പാലക്കയുടെ കാണിച്ചു, നാഗപടം കാണിച്ചു. ഇനി നമുക്ക് മാങ്ങയുടെ ഡിസൈൻ കാണിച്ചു തരാം കേട്ടോ. ഏതാണോ ഡിസൈൻ അതുപോലെ ഉള്ളതല്ലേ ഇപ്പൊ ഇതെല്ലാതും. ഇനിയിപ്പോ നമുക്ക് നടുക്കിൽ ലോക്കറ്റ് വരുന്നതുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ മാങ്ങാമാലയാണ്, മാങ്ങ ഡിസൈനാണ്. മാങ്ങ ഡിസൈനിൽ നടുക്കില് ഒരു ലോക്കറ്റ് വരുന്ന ടൈപ്പാണ് കേട്ടോ ചോക്കർ. ഇതിന്റെ പാലക്കയിലും നാഗപടത്തിലും ഒക്കെ നടുക്കില് വരുന്നതുണ്ട് കേട്ടോ. ഇതിലിപ്പോ മാങ്ങയിൽ നടുക്കിൽ വരുന്ന ഡിസൈനാണ് ഉള്ളത്. ബാക്കിയൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാറായിട്ടുണ്ട്.
അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇത് നമ്മൾ പറയും പോലെ ട്രഡീഷണൽ അറ്റയറിനാണ് ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക. അതിപ്പോൾ ചുരിദാറായ കാരണം കൊണ്ടും നമ്മുടെ എന്താ പറയുക അന്തരീക്ഷമൊക്കെ വേറെ ആയ കാരണം കൊണ്ടും അത്ര ഭംഗി ഉണ്ടാവില്ല. നല്ല സീനറി അതുപോലെ നമ്മൾ അമ്പലം അങ്ങനത്തെ കോൺസെപ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവുമായിരിക്കും കേട്ടോ ഈ സംഭവത്തിന്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിലുണ്ട് കേട്ടോ എല്ലാതും. പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ, പീലി എന്ന് പറഞ്ഞിട്ട്. അതിലുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒന്ന് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. നമ്മുടെ പുതിയൊരു വാട്സപ്പ് നമ്പർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാൻ വേണ്ടിയിട്ട്. കൂടുതലും ഇൻസ്റ്റയിലാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതൽ കാണാൻ കോൺടാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതാണ് പറഞ്ഞത്. ഇൻസ്റ്റ ഇല്ലാത്തവർക്കായാലും നമുക്ക് മെയിൽ ID ഉണ്ട്. മെയിൽ ID വഴി നമ്മുടെ പ്രൊഫൈലിൽ തന്നെ മെയിൽ ID എടുക്കുന്നുണ്ട്. ആ മെയിൽ ID വഴി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മാലയുടെ കളക്ഷൻ. നാളെ ഞാൻ കുറച്ചും കൂടി മാലയുടെ കളക്ഷൻ ആയിട്ട് വരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, നമ്മുടെ ചാനൽ വിജയിപ്പിക്കുക. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിവ് അവേ ഉണ്ടായിരുന്നല്ലോ. ഗിവ് അവേ കുറച്ച് നാളായി പറഞ്ഞിട്ട്. നമ്മൾ 1000 സബ് ആയി കഴിഞ്ഞാലാണ് ഗിവ് അവേ എന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിട്ട് വേഗം 1000 സബ് ആക്കുക കേട്ടോ. നമ്മൾ കമന്റ് ഇടുന്നവരിന്ന് കമന്റ് പിക്കർ വഴിയാണ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കുക. എല്ലാവരും സബ് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് സഹായിക്കുക. ഇപ്പോൾ ഏകദേശം 1 വർഷമാവാറായി ചാനൽ, ഇതുവരെ 1000 ആയിട്ടില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സഹായിക്കണം. അപ്പം അത്രയേ ഉള്ളൂ.